മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നാമസ് ആണ്. അപ്പൊ നമ്മുടെ പബ്ലിക് എക്സാം ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്കണോമിക്സ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ അല്ലെ. അപ്പൊ എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും. അപ്പൊ എല്ലാ മക്കളും ആഗ്രഹിക്കുന്നുണ്ടാവാം മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം, A+ സ്കോർ ചെയ്യണം എന്നൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത്, A+ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഏതൊക്കെ ഭാഗങ്ങളാണ് വിട്ടുപോകാതെ പഠിച്ചു വെക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാ മക്കളും A+ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സോ എല്ലാവരും ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന ഭാഗങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ റിവിഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഭാഗം, ഇതിൽ പറയുന്ന ഏതെങ്കിലും ഭാഗം, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏതെങ്കിലും ഭാഗം പഠിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് വായിച്ചു നോക്കുക, ഒന്ന് പഠിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്താം. അപ്പൊ മിസ് പറയാൻ പോകുന്ന ഓരോ ചാപ്റ്ററിലെയും പറയാൻ പോകുന്ന ഓരോ ഭാഗങ്ങളും നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അപ്പൊ നമുക്ക് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നോക്കാം. മൈക്രോലെയും മാക്രോലെയും നിങ്ങൾ വിട്ടുപോകാതെ പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യം നമ്മുടെ മാക്രോ എക്കണോമിക്സിലേക്ക് വരാം. മാക്രോ എക്കണോമിക്സിലെ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, കുറച്ച് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അതിൽ നമ്മൾ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നുള്ള ടോപ്പിക് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. അതിൽ വരുന്നതാണ് ഗ്രേറ്റ് ഡിപ്രഷനും. പിന്നെ അതുപോലെ തന്നെ 4 സെക്ടേഴ്സ് ഉണ്ട് എക്കണോമിക്ക്, അതുകൂടി ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒരുപാട് വെയിറ്റേജ് ഉള്ള essay ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ അത് നോക്കി വെക്കാനുണ്ട്. ഒന്നുമില്ല, നമ്മുടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, അതിന്റെ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ കോൺസെപ്റ്റ് നിങ്ങൾ നോക്കി വെക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഇൻകം GDP കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ്, അതുപോലെ തന്നെ GDP ആൻഡ് വെൽഫെയർ നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. പിന്നെ നമ്മുടെ NNP, NDP, GDP, GNP ആ ഒരു ഭാഗങ്ങൾ എന്തായാലും നോക്കി വെക്കാനുണ്ട്. പ്രോബ്ലം ഒക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ വിട്ടുപോകാതെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് ആണ്. ഫങ്ഷൻസ് ഓഫ് മണി 4 മാർക്കിന് വരെ എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതെന്തായാലും പഠിച്ചു വെക്കണം. ദെൻ മണി സപ്ലൈ, നമുക്ക് M1, M2, M3, M4 എന്ന് പറഞ്ഞ മണി സപ്ലൈ ഉണ്ട്. അതിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും നോക്കി വെക്കണം. ദെൻ മോട്ടീവ്സ് ഓഫ് മണി, ട്രാൻസാക്ഷൻ മോട്ടീവ്, സ്പെക്യുലേറ്റീവ് മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ് എന്തായാലും പഠിച്ചു വെക്കുക. ചില സമയത്ത് essay ആയിട്ട് വരെ ആ ചോദ്യം വന്ന് കണ്ടിട്ടുണ്ട്. സോ എന്തായാലും പഠിച്ചു വെച്ചേക്കുക. ദെൻ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ്, ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തായാലും 8 മാർക്കിന് നമുക്ക് വരാൻ പോകുന്നത്. എല്ലാ വർഷവും 8 മാർക്കിന് നമുക്ക് ചോദിക്കുന്നുണ്ട്. സോ എന്തായാലും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ അത് പഠിച്ചു വെക്കുക. ദെൻ ലിക്വിഡിറ്റി ട്രാപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഈ ചാപ്റ്ററിൽ. നമ്മൾ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, പക്ഷെ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു കോൺസെപ്റ്റും അതുപോലെ തന്നെ അതിന്റെ ഡയഗ്രവും നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മിസ് ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അടുത്ത് തന്നെയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ എക്സ് ആന്റിയും എക്സ് പോസ്റ്റും കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാനുണ്ട്, കാരണം 1 മാർക്കിനൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 സെക്ടർ എക്കണോമിയിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം ഇൻകം ഡിറ്റർമൈൻ ചെയ്യാന്നുള്ള ഇക്വേഷനും അതിന്റെ ഡയഗ്രവും എന്തായാലും പഠിച്ചു വെക്കുക. പിന്നെ MPCയും MPSയും കാൽക്കുലേറ്റ് ചെയ്യുന്നതും അത് രണ്ടും കൂടെ കൂട്ടിയാൽ 1 കിട്ടുക എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക. ദെൻ മൾട്ടിപ്ലയർ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിട്ടൊരു മൾട്ടിപ്ലയർ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, അതിന്റെ ഇക്വേഷനും കൂടെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ വിട്ടുപോകാതെ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ ദി ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദി എക്കണോമി എന്നുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ കോമ്പണൻസ് ഓഫ് ബഡ്ജറ്റ്, ആ ഡയഗ്രാം, ആ ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതെന്തായാലും പഠിച്ചു വെക്കണം. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്, 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അത് പഠിക്കണം. ദെൻ മെഷേഴ്സ് ഓഫ് ഡെഫിസിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ കാൽക്കുലേഷനും അതുപോലെ തന്നെ അതിന്റെ ഇക്വേഷനും ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ എങ്ങനെയാണ് നമ്മുടെ 3 സെക്ടർ എക്കണോമിയിൽ ഇക്വിലിബ്രിയം ഇൻകം ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത് കൂടി നോക്കി വെക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത്. ദെൻ അടുത്തത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് മാക്രോയില്, ഓപ്പൺ എക്കണോമി മാക്രോ എക്കണോമിക്സ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഇതിൽ BOPയും BOTയും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. BOPയുടെ കോമ്പണൻസ് മനസ്സിലാക്കി വെക്കണം. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞു വെക്കണം, 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നുള്ള 3 മെത്തേഡ്സ് ഉണ്ട്, എന്തായാലും പഠിക്കുക. അതുപോലെ തന്നെ ലിങ്കേജസും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ചോദിക്കാറുണ്ട്. ഓപ്പൺ എക്കണോമി എങ്ങനെയാണ് ഒരു രാജ്യം മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ലിങ്കേജ് വെക്കുന്നത്, എങ്ങനെയാണ് കണക്ഷൻ വെക്കുന്നത്, അതെന്തായാലും പഠിച്ചു വെക്കുക. 3 ലിങ്കേജസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതെന്തായാലും പഠിച്ചു വെക്കുക.
ദെൻ ഇനി നമുക്ക് മൈക്രോ എക്കണോമിക്സിലേക്ക് പോകാം. മൈക്രോയില് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് എന്തായാലും പഠിച്ചു വെക്കാം. ദെൻ എക്കണോമിക് സിസ്റ്റംസ് ഉണ്ട്, ഡിഫറെന്റ് എക്കണോമിക് സിസ്റ്റംസ് ഉണ്ട്, മാർക്കറ്റ് എക്കണോമി ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ പഠിച്ചു വെക്കുക. ദെൻ അതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും പഠിച്ചു വെക്കുക, നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ വിട്ടുപോകാതെ പഠിച്ചു വെക്കേണ്ടത്. ദെൻ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ ആണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഈ ഒരു ചാപ്റ്റർ നമുക്ക് 8 മാർക്കിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ചാപ്റ്റർ തന്നെയാണ്. ഇവിടെ ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 ഫീച്ചേഴ്സേ ഉള്ളൂ, അതൊന്ന് പഠിച്ചു വെക്കുക. ദെൻ ബഡ്ജറ്റ് ലൈനിൽ നമുക്ക് പ്രോബ്ലം വരാറുണ്ട്, അതുപോലെ ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് ലൈനും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് വരാറ്, അതുകൂടി ഒന്ന് നോക്കുക. ദെൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം വളരെ ഇമ്പോർട്ടന്റ് ആണ്, 5 മാർക്കിനും 8 മാർക്കിനും ഒക്കെ വരുന്ന ഒരു ചോദ്യമാണ്. ദെൻ ഡിമാൻഡും ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡും പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അപ്പൊ അതൊന്നും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇതിന് അടുത്തത് നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നമുക്ക് 5 മാർക്കിന് സ്ഥിരമായിട്ട് കോസ്റ്റുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതൊന്ന് നോക്കി വെക്കുക. ടി പി, എ പി, എം പി, അതുപോലെ തന്നെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്തായാലും നോക്കി വെക്കുക. അതുപോലെ തന്നെ കോസ്റ്റ്, ഒരുപാട് കോസ്റ്റ് ഗ്രാഫുകൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്, ആ ഗ്രാഫുകളും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പും ഒക്കെ ആ ഒരു ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതെന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ദെൻ അടുത്തത് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെയിറ്റേജ് അത്യാവശ്യം കൂടിയ ഒരു ചാപ്റ്റർ തന്നെയാണ്. 8 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. TR-ഉം AR-ഉം MR-ഉം കാൽക്കുലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ കണ്ടീഷൻസ്, ഇതാണ് 8 മാർക്കിന് നമുക്ക് സ്ഥിരമായിട്ട് വരുന്നത്, അതൊന്ന് നോക്കി വെച്ചേക്കാം. 3 കണ്ടീഷൻസേ ഉള്ളൂ, അതൊന്ന് നോക്കി വെക്കുക. ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഇവൺ പോയിന്റ് 1 മാർക്കിനൊക്കെ നമ്മൾ ചെറിയ മാർക്കിനൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് സപ്ലൈ കർവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെച്ചേക്കാം. ദെൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ഇതെന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും, ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ദെൻ അവസാനമായിട്ട് നമ്മുടെ മാർക്കറ്റ് എക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്റർ വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്, പക്ഷെ നമുക്ക് 8 മാർക്കിന് ചില സമയത്തൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇതിൽ ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അതെന്തായാലും നമുക്ക് എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട്, അതൊന്ന് നോക്കി വെക്കണം. ദെൻ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഒരുപാട് ഷിഫ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അതൊന്ന് നോക്കി വെക്കുക, 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും, ഇതാണ് നമ്മൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. 5 മാർക്കിനും അതുപോലെ തന്നെ 8 മാർക്കിനും ഒക്കെ ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ഡയഗ്രവും, അതെന്തായാലും പഠിച്ചു വെച്ചേക്കാം. അപ്പൊ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ ഈ ചാപ്റ്റേഴ്സിൽ നമുക്കറിയാം ഇതൊരു 11 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ഭാഗങ്ങൾ എന്തായാലും വിട്ടുപോകാതെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക, മാക്സിമം മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യുക. അപ്പൊ ഓൾ ദി ബെസ്റ്റ്.